കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് എന്താണെന്നാണ് പറയുന്നത് കേട്ടോ. എ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ഈസ് എ കമ്പൈൻഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർഡ് ബൈ ദ ഹെഡ് ഓഫീസ് ഷോയിങ് ഓൾ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ദ ഹെഡ് ഓഫീസ് ആസ് വെൽ ആസ് ദോസ് ഓഫ് ദ ബ്രാഞ്ചസ് ഇൻ വൺ ബാലൻസ് ഷീറ്റ് വെൻ ദ ഇൻകോർപ്പറേഷൻ പ്രോസസ് ഓഫ് ദ ബ്രാഞ്ച് ട്രയൽ ബാലൻസ് ഈസ് ഓവർ. ഇതാണ് കൺസോൾഡ് ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പൈൻഡ് ബാലൻസ് ഷീറ്റാണ്. ഹെഡ് ഓഫീസാണ് ഇത് പ്രിപ്പയർ ചെയ്യണത്. അപ്പോൾ ഹെഡ് ഓഫീസിൻ്റെ എല്ലാ സൈസ് ലയബിലിറ്റീസും ഉണ്ടായിരിക്കും. അതുകൂടാതെ എത്ര ബ്രാഞ്ച് ഉണ്ടോ അതിൻ്റെ ബാലൻസ് ഷീറ്റും കൂടി ഇതിൽ കമ്പൈൻ ചെയ്യും കേട്ടോ. എന്തിനു ശേഷമാണ് ട്രയൽ ബാലൻസ് ഓരോ ബ്രാഞ്ചിൻ്റെയും എടുത്തതിന് ശേഷമാണ് ഇങ്ങനെ ഇൻകോർപ്പറേഷൻ പ്രോസസ്സ് ചെയ്യുന്നത്. The preparation of the consolidated balance sheet is compulsory as the different stakeholders of the business are interested in the financial position of the business as a whole, which includes both the head office and all branches. പിന്നെന്താണ് പറയണത്? കൺസോൾഡ് ബാലൻസ് ഷീറ്റ് നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? പ്രിപ്പയർ ചെയ്യണം. അതായത് പലതരത്തിലുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് ആ ബിസിനസ്സിന് മൊത്തം ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണെന്ന് അറിയാൻ താല്പര്യമുള്ളവരായിരിക്കും. അതുകൊണ്ട് തന്നെ ഹെഡ് ഓഫീസും എല്ലാ ബ്രാഞ്ചസും എന്ത് ചെയ്യണം? കൺസോൾഡ് ബാലൻസ് ഷീറ്റ് നിർബന്ധമായിട്ടും പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. നമുക്കൊരു പ്രോബ്ലമാണ് കേട്ടോ. ഇവിടെ നമുക്ക് ട്രയൽ ബാലൻസ് ആണ് തന്നിരിക്കുന്നത് കേട്ടോ. MG ഇന്ത്യ ലിമിറ്റഡ് അതിൻ്റെ ഡൽഹി ബ്രാഞ്ചിൻ്റെയുമാണ് ട്രയൽ ബാലൻസ് തന്നിരിക്കുന്നത്. രണ്ട് എമൗണ്ടുകളും കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിൽ നിന്ന് ഹെഡ് ഓഫീസിൻ്റെ എമൗണ്ടും ഡൽഹി ബ്രാഞ്ചിൻ്റെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് രണ്ടിൻ്റെയും കാണിച്ചിട്ടുണ്ട്. പർച്ചേസസ് ഉണ്ട്, വേജസ്, മാനുഫാക്ചർ എക്സ്പെൻസ്, മെഷീനറി ഹെഡ് ഓഫീസിൻ്റെ എമൗണ്ട് കാണിച്ചിട്ടുണ്ട്, ബ്രാഞ്ചിൻ്റെയും കാണിച്ചിട്ടുണ്ട്. ഫർണിച്ചറും ഹെഡ് ഓഫീസിൻ്റെയും കാണിച്ചിട്ടുണ്ട്, ബ്രാഞ്ചിൻ്റെയും കാണിച്ചിട്ടുണ്ട്. പിന്നെ റെൻറ്റ് രണ്ട് ബ്രാഞ്ചിൻ്റെയും കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഹെഡ് ഓഫീസിലുണ്ട്, ഡൽഹി ബ്രാഞ്ചിലുണ്ട്. സാലറീസ്, ഡെപ്റ്റേഴ്സ്, ജനറൽ എക്സ്പെൻസ്, ഗുഡ്സ് റിസീവ് ഫ്രം ഹെഡ് ഓഫീസ് എന്ന് പറഞ്ഞ ബ്രാഞ്ചിലെ എമൗണ്ട് കാണിച്ചിട്ടുണ്ട്. ക്യാഷ് ഇൻ ഹാൻഡ് അറ്റ് ബാങ്ക് രണ്ടിലെയും കാണിച്ചിട്ടുണ്ടോ? ഹെഡ് ഓഫീസിലെ എമൗണ്ട് ഉണ്ട്, ഡൽഹി ബ്രാഞ്ചിലെ എമൗണ്ട് കാണിച്ചിട്ടുണ്ട്. ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് പറഞ്ഞ് ബ്രാഞ്ചിൽ നിന്ന് വന്ന എമൗണ്ട് ഹെഡ് ഓഫീസിൽ കാണിച്ചിട്ടുണ്ട്. ഇത്രയുമാണ് ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നത്. ഇനി ക്രെഡിറ്റ് സൈഡിലാണെങ്കിൽ ട്രയൽ ബാലൻസിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട് രണ്ട് കോളത്തിലുണ്ട്. പിന്നെ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അയച്ച എമൗണ്ട് ഹെഡ് ഓഫീസിൻ്റെ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. സെയിൽസ് രണ്ട് കോളത്തിലുണ്ട്. ഹെഡ് ഓഫീസ് അക്കൗണ്ട് നമ്മൾ 28,000 കാണിച്ചിട്ടുണ്ട്. ഹെഡ് ഓഫീസിൽ നിന്ന് വന്ന എമൗണ്ടാണ് കേട്ടോ അത്. പിന്നെ ക്യാപിറ്റൽ ഷെയർസ് ₹10 ഈച്ച് എന്നും പറഞ്ഞുകൊണ്ട് ഹെഡ് ഓഫീസിൻ്റെ അക്കൗണ്ടിൽ കാണിച്ചിട്ടുണ്ട് 2 ലക്ഷം. പിന്നെ ഡിസ്കൗണ്ട് ഏൺഡ് രണ്ട് എമൗണ്ട് കോളത്തിലുണ്ട്. പർച്ചേസ് റിട്ടേണും ഉണ്ട് 2 എമൗണ്ട്. അപ്പോൾ ടോട്ടൽ ഹെഡ് ഓഫീസിന് 5,68,500 വരും. ഡൽഹി ബ്രാഞ്ചിന് 1,04,200. ട്രയൽ ബാലൻസിൻ്റെ പ്രത്യേകത എന്താണ്? രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കും കേട്ടോ. അതാണ് ട്രയൽ ബാലൻസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഹെഡ് ഓഫീസിൻ്റെ ബ്രാഞ്ചിന് നമുക്ക് ഇത്രയാണ് ട്രയൽ ബാലൻസ് തന്നിരിക്കുന്നത്. ഇനി താഴെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സുകൾ പറഞ്ഞിട്ടുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് അറ്റ് ഹെഡ് ഓഫീസ് വാസ് ₹38,700 ആൻഡ് അറ്റ് ഡൽഹി ₹28,700. എന്താണ് ക്ലോസിംഗ് സ്റ്റോക്ക്? ഹെഡ് ഓഫീസിൽ 38,700 ഡൽഹിയിൽ 28,700 ഇനി ഡിപ്രീസിയേഷൻ ഈസ് ടു ബി അലൗഡ് അറ്റ് 10% പെർ ആനം. ഡിപ്രീസിയേഷൻ എത്ര? മെഷീനറിക്ക് 10% ഫർണിച്ചറിന് 15%. റെൻറ്റ് സ്റ്റിൽ പേയബിൾ ഇൻ റെസ്പെക്ട് ഓഫ് 2016 ആൻഡ് 17. എന്താണ് റെൻറ്റ് 2017 സ്റ്റിൽ പേയബിൾ ആണ്. 300 രൂപയാണ് ഫോർ ബ്രാഞ്ചിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അത് കോളമിനർ ഫോമിലാണ്. അത് 2 എമൗണ്ട് കോളം വെച്ചിട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കൺസോൾഡ് ബാലൻസ് ഷീറ്റും ഓൾസോ ഷോ ദ ബ്രാഞ്ച് അക്കൗണ്ട്. അതിനോടൊപ്പം ബ്രാഞ്ച് അക്കൗണ്ടും കൂടി പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വേണം, കൺസോൾഡേറ്റഡ് ബാലൻസ് ഷീറ്റ് വേണം, ബ്രാഞ്ച് അക്കൗണ്ട്. ഇത് മൂന്നുമാണ് നമ്മളോട് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ആദ്യം ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് കേട്ടോ. അത് കോളമിനർ ഫോം എന്ന് പറഞ്ഞാൽ 2 എമൗണ്ട് കോളം വരച്ചിട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാണ്ട് സെപ്പറേറ്റ് ഹെഡ് ഓഫീസിൻ്റെ വരയ്ക്കേണ്ട, ബ്രാഞ്ച് അക്കൗണ്ടിന് ഒന്നിച്ചൊരു ഇതിൽ നമുക്ക് കാണിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പർട്ടിക്കുലേഴ്സ് വരയ്ക്കാം, ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കാം, താഴെ കോളങ്ങളൊക്കെ വരയ്ക്കാം. പർട്ടിക്കുലേഴ്സ് 2 എമൗണ്ടോളം ഹെഡ് ഓഫീസിനും ഡൽഹി ബ്രാഞ്ചിൽ നമ്മൾ പേര് കൊടുക്കാം. ഡെബിറ്റ് സൈഡിൽ പോലെ തന്നെ ക്രെഡിറ്റ് സൈഡിലും കേട്ടോ. ആദ്യം എന്താണ് സാധാരണ നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എടുത്തെഴുതാം. തന്നിട്ടുണ്ട് നമുക്ക് ഹെഡ് ഓഫീസിൻ്റെയും ഡൽഹിയുടെയും തന്നിട്ട് എമൗണ്ട് എടുത്തെഴുതാം. പിന്നെ എന്താണ് പർച്ചേസസ്. ഇവിടെ എന്താ നെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് പർച്ചേസ് റിട്ടേൺ ഉണ്ട്. ട്രയൽ ബാലൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ 1,10,000-ന് 2,500 കുറച്ചിട്ടുള്ള എമൗണ്ട് ഹെഡ് ഓഫീസിൻ്റെ അക്കൗണ്ടിൽ കാണിക്കാം. ഡൽഹിയിൽ 25,600-ന് 600 കുറച്ചിട്ടുള്ള എമൗണ്ടും കാണിക്കാം.
പിന്നെ വന്നത് നമ്മൾ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്നും പറഞ്ഞിട്ട് ഇതിൽ കാണിച്ച ഡൽഹി ബ്രാഞ്ച് അക്കൗണ്ടിൽ കാണിക്കുന്ന എമൗണ്ട് കാണിക്കാം കേട്ടോ, ബ്രാഞ്ച് അക്കൗണ്ടിൽ കാണിക്കുക. പിന്നെ വേജസ് 2 കോളത്തിലുള്ളത് കാണിക്കാം, മാനുഫാക്ചറിങ് എക്സ്പെൻസ് കാണിക്കാം. അത്രയുമാണ് ഡെബിറ്റ് സൈഡിൽ വന്നത്. ഇനി ക്രെഡിറ്റ് സൈഡിൽ എന്തൊക്കെ വരും? ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് പറഞ്ഞ് ഹെഡ് ഓഫീസിൻ്റെ കോളത്തിൽ എമൗണ്ട് എഴുതാം. പിന്നെ സെയിൽസ് കാണിക്കാം. പിന്നെ എന്താണ് കാണിക്കേണ്ടത്? സ്റ്റോക്ക് അറ്റ് ദ എൻഡ്, അതായത് ക്ലോസിങ് സ്റ്റോക്ക് എവിടെ തന്നിരിക്കുന്നത്? നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിരിക്കുന്ന എമൗണ്ടും കാണിക്കാം കേട്ടോ. 38,700 ഹെഡ് ഓഫീസിലും ബ്രാഞ്ചിൽ 28,700 വരും. അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡിലാണ് കൂടുതൽ വന്നത്, അത് എമൗണ്ട് ഡെബിറ്റ് സൈഡിലേക്ക് എടുത്തെഴുതാം. എമൗണ്ടുകൾ ഹെഡ് ഓഫീസിൻ്റെ ഡൽഹിയുടെ എമൗണ്ട് എക്സ്പെൻസുകളൊക്കെ കുറയ്ക്കാം. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് അല്ല വരുന്നത്. ഗ്രോസ് പ്രോഫിറ്റ് ഹെഡ് ഓഫീസിന് 1,14,600 വരും. ഡൽഹി ബ്രാഞ്ചിന് 22,900 വന്നത് കേട്ടോ. അപ്പോൾ നേരെ എഴുതാം, ഗ്രോസ് പ്രോഫിറ്റ് ക്യാരി ഡൗൺ എന്ന് ചെയ്യാം, എഴുതാം. ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ വീണ്ടും ബ്രോ ഡൗൺ ചെയ്തെടുത്തത് ഗ്രോസ് പ്രോഫിറ്റ് ബ്രോ ഡൗൺ 1,14,600, ബ്രാഞ്ചിൽ 22,900 കാണിക്കും. പിന്നെ അതുമായി ബന്ധപ്പെട്ട എക്സ്പെൻസുകൾ എന്തൊക്കെയാണ്? റെൻറ്റ് പെയ്ഡ് ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട് അല്ലേ? റെൻറ്റ് ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടല്ലോ, എത്രയാണ്? 300 ബ്രാഞ്ചിന് വേണ്ടിയിട്ടാണ് ഉള്ളത്, അത് കാണിക്കാം. ഇവിടെ നമുക്ക് തന്നിട്ട് എത്ര? 6,000 ഉണ്ട്, 3,700 വരും. എന്തുകൊണ്ടാണത്? 3,400 ഡൽഹി ബ്രാഞ്ചിനുണ്ട്, 300 കൂടി എന്താണ്? പേയബിൾ ആണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യണത്? 3,700 കാണിക്കുന്നത്. ഏത് അക്കൗണ്ടിലാണ്? ബ്രാഞ്ചിൻ്റെ അക്കൗണ്ടിൽ. പിന്നെ കാണിക്കുന്ന സാലറീസ് ആണ് 32,000, 11,000. പിന്നെ വന്നത് ജനറൽ എക്സ്പെൻസ് ആണ് 18,000 ഉണ്ട്, 4,000 ഉണ്ട്. പിന്നെ വന്നത് എന്തായിരിക്കും? ഡിപ്രീസിയേഷൻ കാണിക്കണോ അല്ലേ? ഡിപ്രീസിയേഷൻ മെഷീനറിയുടെ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 10% ആണ്. മെഷീനറി നമുക്കിവിടെ തന്നിട്ടുണ്ടല്ലോ, 1,00,000 ഉണ്ട്, 50,000 ഉണ്ട്. അപ്പോൾ ഏതിന്? ഹെഡ് ഓഫീസിൻ്റെയാണ് കാണിക്കേണ്ടത്. 1,00,000ൻ്റെ 10% 10,000 വരും. ബ്രാഞ്ചിൻ്റെ 50,000ൻ്റെ 10% 5,000 വരും. പിന്നെ ഫർണിച്ചറിൻ്റെയാണ് പറഞ്ഞിരിക്കുന്നത്. ഫർണിച്ചർ അതുപോലെ ഹെഡ് ഓഫീസിൻ്റെ എത്ര? 15%. എമൗണ്ട് എത്രയാണ്? 5,000ൻ്റെ 15%, ബ്രാഞ്ചിൻ്റെ 2,000ൻ്റെ 15% കാണിക്കാം കേട്ടോ. ഇത്രയും ഏതിലെ സൈഡിൽ വരും? ഡെബിറ്റ് സൈഡിൽ വരും. ഇനി ക്രെഡിറ്റ് സൈഡിലാണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ എടുത്തെഴുതിയിട്ടുണ്ട്. പിന്നെ അത് അവിടെ കാണുക ഡിസ്കൗണ്ട് ഉണ്ട്. ക്രെഡിറ്റ് സൈഡിൽ ട്രയൽ ബാലൻസ് തന്നിട്ടില്ലേ? ഡിസ്കൗണ്ട് ഉണ്ട് കാണിക്കുക, 1,100, 300. അത്രയുമാണ് കാണിക്കേണ്ടത്. അതിനുശേഷം അക്കൗണ്ട് ബാലൻസ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ കൂട്ടുമ്പോൾ ബ്രാഞ്ചിൻ്റെ കൂടുതൽ വന്നത് ഏത് സൈഡിലാണ്? ഡെബിറ്റ് സൈഡിലാണ് കൂടുതൽ വന്നത് കേട്ടോ. അപ്പോൾ ആ എമൗണ്ട് എടുത്ത് നേരെ ക്രെഡിറ്റ് സൈഡിലേക്ക് എഴുതാം, അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. അപ്പോൾ എന്തൊരും? നെറ്റ് ലോസ് എന്തിലൊരു? ബ്രാഞ്ച് അക്കൗണ്ടിൽ 800 വരും. ഇനി ബ്രാഞ്ച് അക്കൗണ്ട് ടോട്ടൽ ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡിലാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ 1,15,700 ഇതിൽ വന്നത് നമ്മുടെ ഹെഡ് ഓഫീസിൻ്റെ അക്കൗണ്ട് ടോട്ടൽ ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡിൽ വന്നത്. അത് എടുത്ത് നേരെ ഡെബിറ്റ് സൈഡിലേക്ക് എടുത്തെഴുതുക, അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. 48,950 വരും. അതെന്താണ്? നെറ്റ് പ്രോഫിറ്റാണ് കേട്ടോ. അപ്പോൾ ഹെഡ് ഓഫീസിന് നെറ്റ് പ്രോഫിറ്റും ബ്രാഞ്ചിന് 800 രൂപ നെറ്റ് ലോസുമാണ്. നമുക്ക് എന്ത് ചെയ്യും? പ്രിപ്പയർ ചെയ്യുമ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട്, ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ വരുന്നത്. അപ്പോൾ അടുത്തത് നമുക്ക് എന്താണ്? കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൻ്റെ ഹെഡിങ് കൊടുക്കുക, ഓഫ് MG ഇന്ത്യ ലിമിറ്റഡ് എന്നാണ് കേട്ടോ. അത് ഹെഡ് ഓഫീസിൻ്റെ പേരിലാണ് അല്ലേ? കൺസോളിഡേറ്റ് ആണ്, ബ്രാഞ്ചിൻ്റെ കൂട്ടിയിട്ടുള്ളതാണ് ചെയ്യണത്. അപ്പോൾ ആദ്യം എന്താണ് ബാലൻസ് ഷീറ്റിൽ? ലയബിലിറ്റീസ് എമൗണ്ട്, അസറ്റ്സ് എമൗണ്ട് ആണ്. ലയബിലിറ്റീസ് സൈഡിൽ ഷെയർ ക്യാപിറ്റലാണ് ആദ്യം കാണിക്കുന്നത് കേട്ടോ. നമുക്കിവിടെ ഷെയർ ക്യാപിറ്റലിൻ്റെ എമൗണ്ട് നോക്കാം, എത്രയൊക്കെയാണ് തന്നിരിക്കണേന്ന് നോക്കാം, അതിനനുസരിച്ചിട്ട് എടുത്തെഴുതാം അല്ലേ? ഹെഡ് ഓഫീസിൽ ക്യാപിറ്റൽ ഇൻ ഷെയർസ് ₹10 ഈച്ച് ട്രയൽ ബാലൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ കാണിക്കാം ഷെയർ ക്യാപിറ്റൽ 20,000 ഷെയർസ് ₹10 ഈച്ച് 2 lakh വരും. അതായത് 20,000 കിട്ടിയത് എങ്ങനെയാണ്? 2 lakh ടോട്ടൽ എമൗണ്ട് തന്നിട്ടുണ്ട്. നമ്മൾക്ക് 10 രൂപയാണ് ഒരു ഷെയറിന് പറയണത്. അപ്പോൾ 2 lakhനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? ഷെയറിൻ്റെ എണ്ണം കിട്ടും. അതാണ് 20,000 എന്ന് കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി റിസർവ് ആൻഡ് സർപ്ലസ് എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് കൊടുത്തിട്ട് സെമിക്കോളിൻ്റെ താഴെ എഴുതാം ഹെഡ് ഓഫീസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. ഹെഡ് ഓഫീസിൽ എത്ര വന്നിട്ട്? 48,950 നെറ്റ് പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. ഇവിടെ പക്ഷേ ബ്രാഞ്ചിന് എന്താണ്? നെറ്റ് ലോസ് ആണല്ലോ വന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ പ്രോഫിറ്റിൽ നിന്ന് ലെസ് ചെയ്ത് എഴുതാം, ആ ലോസ് ലെസ് ചെയ്ത് എഴുതാം. അപ്പോൾ ഹെഡ് ഓഫീസ് 48,950 ഇന്നർ കോളത്തിൽ എഴുതാം കേട്ടോ.
ലെസ് ലോസ് അറ്റ് ബ്രാഞ്ച് 800 കുറച്ചിട്ട് 48 150 എമൗണ്ട് കോളത്തിൽ വന്നത്. ഇനി കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ വരും? സൺട്രി ക്രെഡിറ്റേഴ്സ് തന്നിട്ടുണ്ടല്ലേ നമ്മൾക്ക്. ഹെഡ് ഓഫീസിൻ്റെ എമൗണ്ടും കാണിക്കുക, ബ്രാഞ്ചിൻ്റെ എമൗണ്ടും കാണിച്ച് ടോട്ടൽ എമൗണ്ട് കോളത്തിൽ കാണിക്കാം. പിന്നെ വന്ന എന്താണ്? ഔട്ട്സ്റ്റാൻഡിങ് റെൻ്റ് അറ്റ് ബ്രാഞ്ച് വരും. എത്രയാണത്? 300 അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിരിക്കുന്നത് കേട്ടോ. ഇത്രയുമാണ് ലയബിലിറ്റി സൈഡിൽ വന്നത്. ഇനി അസറ്റ് സൈഡിൽ നോക്കിയേ, നമുക്ക് മെഷീനറി ഫർണിച്ചറൊക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ അതൊക്കെ ഫിക്സഡ് അസറ്റ്സിൻ്റെ ഇനത്തിലാണ് വന്നത്. അപ്പോൾ ഫിക്സഡ് അസറ്റ്സിന് ഹെഡിങ് കൊടുത്തിട്ട് മെഷീനറി കാണിക്കുക, ഹെഡ് ഓഫീസും ബ്രാഞ്ചും, അതിൻ്റെ ടോട്ടൽ എമൗണ്ട് കാണിക്കുക. അതിൽ നിന്ന് രണ്ടിൻ്റെയും ഡിപ്രീസിയേഷൻ, ടോട്ടൽ എമൗണ്ട് എത്രയൊക്കെയാണ് വന്നത്? 15,000 വരും മെഷീനറിയുടെ ഡിപ്രീസിയേഷൻ. ഹെഡ് ഓഫീസിൻ്റെ ബ്രാഞ്ചിന് ടോട്ടൽ ചെയ്യണ എമൗണ്ട് കേട്ടോ. അത് കുറച്ചിട്ടുള്ള എമൗണ്ട് കോളത്തിൽ കാണിക്കാം മെഷീനറിയുടെ. അതുപോലെ ഫർണിച്ചറിന് ഹെഡ് ഓഫീസിന് ബ്രാഞ്ചിൻ്റെ എമൗണ്ട് ടോട്ടൽ ചെയ്യാം. അതിൽ നിന്ന് ടോട്ടൽ ഡിപ്രീസിയേഷൻ കുറയ്ക്കാം. ബാക്കിയുള്ള എമൗണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? എമൗണ്ട് കോളത്തിൽ കാണിക്കുന്നത്. പിന്നെ സ്റ്റോക്ക്, ഇത് ഏത് സ്റ്റോക്കാണ്? ക്ലോസിംഗ് സ്റ്റോക്കാണ് കേട്ടോ. അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിരിക്കുന്ന ക്ലോസിംഗ് സ്റ്റോക്കാണ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത്. ക്ലോസിംഗ് സ്റ്റോക്ക് ഹെഡ് ഓഫീസിൻ്റെ കാണിക്കാം, ബ്രാഞ്ചിൻ്റെ ടോട്ടൽ എമൗണ്ടാണ് എമൗണ്ട് കോളത്തിൽ കാണിക്കേണ്ടത്. പിന്നെ അതുപോലെ ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ടും തന്നിട്ടുണ്ട്, അതും ടോട്ടൽ എമൗണ്ട് കാണിക്കാം കേട്ടോ. പിന്നെ ലാസ്റ്റ് എന്താണ്? ക്യാഷ് എമൗണ്ട് തന്നിരിക്കുന്നത്. ക്യാഷ് ഇൻ ഹാൻഡ് അറ്റ് ബാങ്ക് എന്ന് പറഞ്ഞ് തന്നിട്ടില്ലേ? ഹെഡ് ഓഫീസിൻ്റെ ബ്രാഞ്ചിൻ്റെ ഉണ്ട്. രണ്ടിൻ്റെ ടോട്ടൽ എമൗണ്ടാണ് എമൗണ്ട് കോളത്തിൽ കാണിക്കേണ്ടത്. ക്യാഷിൻ്റെ കൂടെ എന്താ പറയുക? ക്യാഷ് ഇൻ ട്രാൻസിറ്റ് 8,000 അത് വന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ട്രയൽ ബാലൻസിൽ നോക്കാം കേട്ടോ. ഹെഡ് ഓഫീസ് അക്കൗണ്ട് നമ്പർ 28,000 കാണിക്കുന്നുണ്ട് ഡൽഹി ബ്രാഞ്ചിൽ. ആ എമൗണ്ടും ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ഇത് ഡെബിറ്റ് സൈഡിൽ ബ്രാഞ്ച് അക്കൗണ്ടിൽ ഹെഡ് ഓഫീസിൻ്റെ അക്കൗണ്ടിൽ 36,000 കാണിക്കാനുണ്ട്. അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് 8,000 എന്തായിട്ട് കാണുന്നത്? ക്യാഷ് ഇൻ ട്രാൻസിറ്റ് എന്ന് പറഞ്ഞ് ക്യാഷിൻ്റെ കൂടെ കാണിക്കാൻ കേട്ടോ. അപ്പോൾ 3 ടോട്ടൽ 19,800 വരും. എന്നിട്ട് അക്കൗണ്ട് ടോട്ടൽ ചെയ്യുമ്പോൾ ബാലൻസ് ഷീറ്റ് എന്ത് ചെയ്യണം? ഇരു സൈഡും ഈക്വലായിട്ട് കിട്ടുകയും ചെയ്യും. ലാസ്റ്റ് നമ്മൾ ഡൽഹിയുടെ ബ്രാഞ്ച് അക്കൗണ്ട് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഡൽഹി ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഹെഡിങ് കൊടുക്കുക, പർട്ടിക്കുലേഴ്സ് എമൗണ്ട് ടു ബാലൻസ് ബ്രോ ഡൗൺ എന്നും പറഞ്ഞിട്ടുണ്ട്. എമൗണ്ട് ഏത് കാണിക്കണം? 36,000 ഹെഡ് ഓഫീസിൻ്റെ കോളത്തിൽ കാണിച്ചില്ല, എമൗണ്ട് കാണിക്കാം കേട്ടോ. പിന്നെ വന്നത് ഡിപ്രീസിയേഷൻ ആണ്. ടു ബ്രാഞ്ച് അസറ്റ്സ് ഡിപ്രീസിയേഷൻ കാണിക്കാം. ഡിപ്രീസിയേഷൻ ഏതൊക്കെയാണ് വരുന്നത്? 5,000 300 കേട്ടോ. എന്തിൻ്റെ? മെഷീനറിയുടെയും ഫർണിച്ചറുടെയും. എന്തിൻ്റെ? ബ്രാഞ്ചിൻ്റെ കേട്ടോ. പിന്നെ വരുന്നത് ടു ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് സെയിൽസ് ആൻഡ് സ്റ്റോക്ക് എന്നും പറഞ്ഞിട്ട് 98,600 കാണിക്കാം കേട്ടോ. ഈ 98,600 വന്നത് എങ്ങനെ? സെയിൽസിൻ്റെ എമൗണ്ട് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ കേട്ടോ. അത് ബ്രാഞ്ചിൻ്റെ എമൗണ്ട് 69,900 പ്ലസ് 28,700 ആണ്. പിന്നെ ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 300, അതേതാണത്? ഡിസ്കൗണ്ട് അലൗഡിൻ്റെ ആണ് കേട്ടോ. പിന്നെ വന്ന് സൺട്രി ബ്രാഞ്ച് ലയബിലിറ്റീസ് ആണ്. എത്രയാണ് എമൗണ്ട്? 5,700. ഇനി പർട്ടിക്കുലർ ഇത് ക്രെഡിറ്റ് സൈഡിലേക്ക് വരാം. ബൈ ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് ആണ് കേട്ടോ. ഓപ്പണിംഗ് സ്റ്റോക്ക് 25,600 പ്ലസ് പർച്ചേസസ് വന്ന എമൗണ്ട്, പർച്ചേസസിൻ്റെ എമൗണ്ട് കൂടി ടോട്ടൽ ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 75,700 കേട്ടോ. പിന്നെ സൺട്രി അസറ്റ്സ് അക്കൗണ്ട് 46,200, അത് പിന്നെ ഡെപ്റ്റേഴ്സ്, ക്ലോസിംഗ് സ്റ്റോക്ക്, ക്യാഷ്, ഇത് മൂന്നും കൂടി ടോട്ടൽ ചെയ്യുന്ന എമൗണ്ടാണ് കേട്ടോ. എന്നിട്ട് അക്കൗണ്ട് ടോട്ടൽ ചെയ്യുമ്പോൾ രണ്ട് സൈഡ് എന്തായിട്ട് ഈക്വലായിട്ട് വരും. ഇതാണ് ഡൽഹിയുടെ ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇതിൽ പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ.